Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ കർണാടക കോസ്റ്റൽ റീജിയനിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബത്കൽ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫുൾ ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് സോൾട്ട്, 1/2 കഷ്ണം നാരങ്ങാനീര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം 6 വലിയ സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നന്നായി സോട്ട് ചെയ്യാം. സവാളയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് റേസിൻസ് ഇടുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ബേ ലീഫും കുറച്ച് ബിരിയാണി സ്പൈസസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 10 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതിനെ ഒന്ന് സോട്ട് ചെയ്ത് ഇതിലേക്ക് ഞാൻ 7 പച്ചമുളക് 2 കഷ്ണങ്ങളാക്കിയത് സവാള വെന്തതിന് ശേഷം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്യാം. എല്ലാം നല്ലതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 5 തക്കാളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കാം. തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി ഇതിനെയും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പുതിനയില, 1/4 കപ്പ് കറിവേപ്പില. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ശരിക്കും ഈ ഇലകളൊക്കെ നമ്മൾ ചിക്കൻ ഇടുന്നതിന് മുമ്പാണ് ഇതിലേക്ക് ഇടേണ്ടുള്ളത്. ഞാനിടാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം. ഇനി ഇതിനെ നമുക്കൊരു 10 മിനിറ്റേക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ബിരിയാണിയുടെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 12 കപ്പ് വെള്ളം എടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ബേ ലീഫും ബിരിയാണി മസാലയും പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത പാത്രം ചെറുതായത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് 4 കപ്പ് ബിരിയാണി റൈസ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ ഞാൻ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 80% കുക്ക് ചെയ്തതിന് ശേഷം ഞാനിതിനെ ഫിൽട്ടർ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്നും കൂടി ഇളക്കി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിന ഇലയും നമ്മൾ നേരത്തെ മാറ്റി വെച്ച റോസ്റ്റ് ചെയ്ത നട്ട്സും സവാളയും കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 80% കുക്ക് ചെയ്ത ബിരിയാണി റൈസ് പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മഞ്ഞളും നാരങ്ങാനീരും ചേർത്തുണ്ടാക്കിയ ഫുഡ് കളറ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത
സവാളയും നട്ട്സും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള റൈസും മുഴുവനായി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി യെല്ലോ ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റോസ്റ്റ് ചെയ്ത നട്ട്സും സവാളയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റേക്ക് ലോ ഫ്ലെയിമിലാക്കി മൂടി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബത്കൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്, വെറുതെ പറയല്ല. അപ്പോൾ ഇതുവരെയായിട്ടും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്നത്തെ പോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.